RDX ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ വിഷയത്തിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചർച്ചകൾ ഏത് വഴിക്കാകുമെന്ന് നിർണ്ണയിച്ച ദിവസമായിരുന്നു ഇന്ന്. ഓരോ മിനിറ്റിലും അപ്രതീക്ഷിത രാഷ്ട്രീയ വഴിത്തിരിവുകൾ ഉണ്ടായ ദിവസം. PV അൻവറിന്റെ സമ്മർദ്ദവും വിലപേശലും തരിമ്പും പരിഗണിക്കാതെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. UDF നിശ്ചയിക്കുന്ന ആരെയും പിന്തുണക്കുമെന്ന പ്രസ്താവന ഒരു ഓപ്പൺ ടിക്കറ്റ് അല്ല എന്ന് PV അൻവർ ആദ്യമേ വ്യക്തമാക്കി. ഏത് ചെകുത്താനെയും പിന്തുണക്കുമെന്ന് പറഞ്ഞതേയുള്ളൂ. പിന്തുണ കൊടുക്കണമെങ്കിൽ നല്ല ചെകുത്താനാകണം എന്ന് PV അൻവർ പറഞ്ഞു. വൈകുന്നേരത്തോടെ ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ പരിപൂർണമായും തള്ളി. ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ ജയസാധ്യതയില്ല എന്നും CPIM-മായി ഇടപാടുള്ള വലതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനാണ് ഷൗക്കത്തെന്നും അൻവർ പൊട്ടിത്തെറിച്ചു. 2 ദിവസത്തിനകം തീരുമാനം എന്ന് പറയുമ്പോഴും ഈ ചർച്ച 2 ദിവസം കൂടി കത്തിക്കാനാണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡ്. CPIM-നോടും മുഖ്യമന്ത്രിയോടും തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം 2025 ജനുവരി 13-നാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട തൃണമൂലിൽ കയറിപ്പറ്റി മുസ്ലിം ലീഗ് വഴി UDF-മായി അടുത്തു. അന്നു മുതൽ മുന്നണി പ്രവേശനത്തിനൊപ്പം അൻവർ UDF-ന് മുന്നിൽ വെച്ച മറ്റൊരാവശ്യം ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുതെന്നാണ്. VS ജോയ് സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശവും വെച്ചു. ആദ്യം മുതലേ അൻവറിനെ അത്ര അടുപ്പിക്കാത്ത നിലപാടായിരുന്നു VD സതീശന്. ആര്യാടൻ ഷൗക്കത്തല്ലാതെ മറ്റാരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് PV അൻവറിന്റെ ആളായി കണക്കാക്കപ്പെടുമെന്ന നിലപാടാണ് സതീശനും കൂട്ടരും ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയും VS ജോയിയെ അനുകൂലിച്ചും ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിയും പ്രതികരണങ്ങൾ. വോട്ടെണ്ണൽ ദിനം UDF-ന് ജോയ്ഫുൾ ഡേ ആയിരിക്കുമെന്ന വ്യംഗ്യത്തിൽ സമ്മർദ്ദം. LDF-നെതിരെ ഏത് ചെകുത്താൻ മത്സരിച്ചാലും വിജയിക്കുമെന്ന് വരെ പറഞ്ഞു. പക്ഷേ ചർച്ച ആര്യാടൻ ഷൗക്കത്തിലേക്ക് കേന്ദ്രീകരിച്ചതോടെ അൻവർ വീണ്ടും ഇടഞ്ഞു. ശേഷം എന്താകുമെന്ന് കാത്തിരുന്നറിയാം. RDX റാപ്പ് ന്യൂസ് മലയാളം. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് PV അൻവർ ചെയ്തത്. അല്പം മുമ്പ് നിലമ്പൂരിലെ ജനവികാരം ആര്യാടൻ ഷൗക്കത്തിനെതിരാണെന്ന് PV അൻവർ പറഞ്ഞു. ഷൗക്കത്തിന് പിണറായി സത്യയെ തോൽപ്പിക്കാനാകില്ല. CPIM വേദികളിൽ പോലും പോകുന്ന വലതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനാണ് ആര്യാടൻ ഷൗക്കത്തെന്നും PV അൻവർ വിമർശിച്ചു. സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPM-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ്. 2 ദിവസം ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ എങ്ങനെ കാണുമെന്ന് പഠിക്കട്ടെ എന്ന് PV അൻവർ പറഞ്ഞു. ജനങ്ങളുമായും സാമൂഹിക സമുദായ നേതാക്കളുമായും സംസാരിക്കും. താൻ മത്സരിക്കുമോ എന്നതിലടക്കം നിലപാട് 2 ദിവസത്തിന് ശേഷം എടുക്കുമെന്നും PV അൻവർ ഇന്ന് പറഞ്ഞു. 2 ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ഷൗക്കത്തിൻ്റെ കാൻഡിഡേച്ചർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്, അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ 2 ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും. നമുക്ക് ഈ സംഭവ വികാസങ്ങൾ ആകപ്പാടെയും പരിശോധിക്കാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അൻവർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും ഇരുപക്ഷത്തും എന്ന കാര്യം വിശദീകരിക്കാം. അൻവറിന്റെ കഥ ഇതുവരെ. PV അൻവർ എടവണ്ണയിലെ പരമ്പരാഗത കോൺഗ്രസ് കുടുംബാംഗമാണ് എന്ന് ഇതിനകം കേരളത്തിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. യൂത്ത് കോൺഗ്രസ് മലപ്പുറം വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു PV അൻവർ. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് കരുണാകരനും K മുരളീധരനുമൊപ്പം അവരുണ്ടാക്കിയ DIC എന്ന പാർട്ടിയിലേക്ക് ചേക്കേറി അദ്ദേഹം. കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചുപോയെങ്കിലും പക്ഷേ PV അൻവർ പോയില്ല എന്നതാണ് ആ കാലത്ത് കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം. 2011 ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് തോറ്റു. 2011 മത്സരിച്ചു, തോറ്റു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, പരാജയപ്പെട്ടു, അവിടെയും തോറ്റു. 2011 ഏറനാട് അൻവർ മത്സരിച്ചപ്പോൾ CPI സ്ഥാനാർത്ഥിയെ തള്ളി CPIM രഹസ്യ പിന്തുണ നൽകിയിരുന്നു എന്നാണ് കഥ. 2016 നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രനാണ് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചു ആ വർഷം. 2019 പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. 2021 BV പ്രകാശിനെ പരാജയപ്പെടുത്തി നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനുള്ള വിജയം ആവർത്തിക്കുകയും ചെയ്തു PV അൻവർ. ഇടത് സൈബർ പോരാളികൾക്കിടയിൽ അൻവർ അറിയപ്പെട്ടിരുന്നത് കടന്നൽ രാജ എന്നായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ കടന്നൽ. അംഗത്വം എടുത്തില്ലെങ്കിലും പാർട്ടി ദൗത്യങ്ങൾ നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ അൻവർ അക്കാലത്ത് സ്ഥിരം കാഴ്ചയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏത് നിലവാരത്തിലും മറുപടി നൽകാൻ മടിക്കാത്ത MLA ആയിരുന്നു PV അൻവർ എന്ന് നമുക്കറിയാം. നിലമ്പൂർ നഗരസഭാ ഭരണം LDF പിടിച്ചെടുത്തു.
സ്വർണ്ണക്കടത്ത് ADGP MR അജിത് കുമാർ P ശശി വിഷയങ്ങളിൽ CPIM-നോട് തെറ്റി. അവിടെയാണ് തെറ്റലുണ്ടാകുന്നത്. പരാജയപ്പെട്ട പരീക്ഷണങ്ങൾ തുടങ്ങുന്നത് അവിടെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തി. അതിനുശേഷം 2024 സെപ്റ്റംബർ 26-ന് ഇടതുമുന്നണി വിടുന്നതായി PV അൻവർ പ്രഖ്യാപിക്കുകയായിരുന്നു. 2024 ഒക്ടോബറിൽ അൻവറിൻ്റെ സംഘടന DMK ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നത് നിലവിൽ വന്നു. ഇതൊക്കെ സമീപകാല ചരിത്രമാണ്. തമിഴ്നാട്ടിലെ DMK-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയി. 2025 ജനുവരി 13 MLA സ്ഥാനം രാജിവെച്ചു. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. 2025 ജനുവരി മുതൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ നേതാവാണ്. തൃണമൂലുമായി UDF-ലെത്താൻ പഠിച്ച പണിയെല്ലാം പയച്ചു നോക്കി. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിനോട് സമ്മർദ്ദവും വിലപേശവും നടത്തി. അത് നിമിഷം വരെ നടന്നു. അൻവറിനെ വിലവയ്ക്കാതെ കോൺഗ്രസ് ഒടുവിൽ ഇന്നത്തെ രാഷ്ട്രീയ നാടകങ്ങളുണ്ടായി. നമ്മൾ നേരത്തെ റാപ്പിൽ കണ്ടതുപോലെ അദ്ദേഹം 2 ദിവസം കൂടി കാത്തു നിൽക്കാൻ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 2 ദിവസം നമ്മൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും PV അൻവറിൻ്റെ പിന്നാലെ അദ്ദേഹം എവിടങ്ങളിലൊക്കെ പോകുന്നു. സാമൂഹ്യ നേതൃത്വങ്ങളൊക്കെ കാണും, സമുദായ നേതൃത്വം കാണുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. പോകേണ്ടി വരും. പക്ഷേ ഈ 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം UDF-ന് എന്തെങ്കിലും വലിയ വെല്ലുവിളിയായി തീരുമെന്നോ അവിടെ നിന്ന് വിട്ടുമാറി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നോ എന്ന് ഹർഷന് തോന്നുന്നുണ്ടോ? മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നോക്കിയാൽ അങ്ങനെ ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നറിയാൻ കുറച്ചുകൂടി കാക്കണം. കാരണം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് നമ്മൾ അറിയണം. അൻവർ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയമാണ്. പക്ഷേ അൻവർ ഈ ഘട്ടത്തിൽ തന്നെ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ ഇനി തുടർന്ന് അങ്ങോട്ട് അൻവറുമായി കോൺഗ്രസിന് സഹകരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അവരൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിന് മുൻപ് എന്ത് ചർച്ച വേണം ആകാം. പക്ഷേ അവതരിപ്പിച്ചതിന് ശേഷം പറയുകയാണ് ഈ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്, ദേശാഭിമാനിയുടെ പരിപാടിക്ക് പോകുന്ന ഇടതുപക്ഷം മനസ്സുള്ളയാളാണ്, ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാർ അദ്ദേഹത്തെ എങ്ങനെ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ നിലനിൽക്കുന്ന ചില കൺഫ്യൂഷനൊക്കെ നമുക്കറിയാമല്ലോ, പര്യാവർത്തി ചർച്ച ചെയ്തതാണ്. ഇതിനെയെല്ലാം ഊതിക്കത്തിക്കുന്ന രീതിയിലാണ് അൻവറിൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. മറ്റൊന്ന് VS ജോയിയുടെ കാര്യമാണ്. VS ജോയി നല്ല നേതാവാണ്. അവിടെ DCC പ്രസിഡന്റായി തരക്കേടില്ലാത്ത പ്രവർത്തനം കാഴ്ചവെക്കുന്നു. കോൺഗ്രസിനെ ജില്ലയിൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. കാരണം ലീഗിൻ്റെ വലിയൊരു അപ്രമാദിത്വത്തിനിടയ്ക്ക് കോൺഗ്രസിന് വേണ്ട പരിഗണന കിട്ടാതെ പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ കോൺഗ്രസിനെ കുറെ കൂടി നന്നായി നയിക്കാൻ വേണ്ട ശ്രമം നടത്തുന്നു. മാത്രമല്ല ഒരു ചെറുപ്പക്കാരൻ ആ നിലയ്ക്ക് DCC പ്രസിഡന്റായി വന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതി അവിടെയുണ്ട്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെയും VS ജോയിയെയും ഇപ്പോൾ കേരളം മൊത്തത്തിൽ ഇങ്ങനെ മാറി നിന്ന് നമ്മൾ നോക്കിക്കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം VS ജോയി ഈ കാലത്തിന് ചേർന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ VS ജോയിയെ തഴഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിലും അൻവർ ഒരു പരിധി വരെ വിജയിച്ചു. VS ജോയി ആവട്ടെ അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറച്ച പിന്തുണ ഈ ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കുമ്പോഴും അദ്ദേഹം നിരാശനാണെന്ന് തോന്നിക്കുന്ന ഒരു മുഖഭാവവും ശരീരഭാഷയും ഒക്കെ തന്നെയാണ്. ഈ ശരീരഭാഷ എന്ന് പറയുമ്പോൾ പരിഹസിക്കപ്പെടും എങ്കിൽ പോലും അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ആ നിലയ്ക്ക് തന്നെയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. 6 മാസം മുമ്പ് ഇപ്പുറത്തായിരുന്നു അൻവർ പുകച്ചിലുണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ 6 മാസം കഴിഞ്ഞപ്പോൾ UDF-ൽ ഒരു പുകച്ചിലുണ്ടാക്കുന്ന തരത്തിൽ ഇടപെടാനും പ്രസ്താവന നടത്താനും ഒക്കെ അൻവറിന് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അൻവറിനെ ഏത് തരത്തിൽ സഹകരിപ്പിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, അവസാന നിമിഷം വരെ വലിയ സംഘർഷത്തിലേക്ക് പോയാലും അവസാനം സഹകരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെ കേവലം ഒരു UDF രാഷ്ട്രീയം എന്ന് പറയാവുന്ന സ്ഥിതിയില്ല. കാരണം തൃണമൂലിലാണ് അൻവർ നിൽക്കുന്നത്. തൃണമൂല് UDF-ഉം തമ്മിൽ അല്ലെങ്കിൽ കോൺഗ്രസും തമ്മിൽ ഒരു ഐക്യം വേണോ, UDF-ലേക്ക് എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ കുറേ കൂടി ആഴത്തിലുള്ള ചർച്ച കോൺഗ്രസ് നടത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. 2 ദിവസം അൻവർ നിശബ്ദനായി ഇരിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ അൻവർ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇടതുമുന്നണിയുമായി ഉടക്കി പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ മിണ്ടില്ല എന്ന് അൻവർ പ്രഖ്യാപിക്കും, പക്ഷേ പിറ്റേന്ന് രാവിലെ അൻവർ എഴുന്നേറ്റ് വാർത്താ സമ്മേളനം നടത്തും. ഇതിങ്ങനെ തുടർന്നു പോവുകയും മുഖ്യമന്ത്രി ചെറിയൊരു തോണ്ടുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യുക ചെയ്തത്. ആവേശമാണ് എപ്പോഴും അൻവറിനെ നയിക്കുന്നത്, ആശയമല്ല എന്നുള്ളത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രസ്ഥാനമല്ലല്ലോ, ഒരു വ്യക്തിയാണ്. അതിൻ്റെതായ എല്ലാ പ്രശ്നമുണ്ട്. പിന്നെ ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാത്രം പരിഗണിച്ചുകൂടാ. അദ്ദേഹത്തിൻ്റെതായ ഒരു ഔദ്ധത്യം എപ്പോഴുമുണ്ട്, ഒരു പ്രമാണിത്വം അദ്ദേഹം എപ്പോഴും അത് അവകാശപ്പെടുന്നുണ്ട്. ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോഴും അദ്ദേഹം ഈ CPM തന്നെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. അദ്ദേഹം എന്താണ് ഈ പാർട്ടിയെ പഠിച്ചിട്ടോ പാർട്ടി പരിപാടി പഠിച്ചിട്ടോ അല്ല നമുക്കൊപ്പം നിൽക്കുന്നത്. സ്വതന്ത്രനായി കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രവും ഒരു വലതുപക്ഷ സ്വഭാവവും ഒക്കെയായി തന്നെയാണ് അദ്ദേഹം കൂടി വന്നതെന്ന് CPM വിമർശിക്കുന്നതിൽ ഒരു പരിധിവരെ കാര്യമുണ്ട്. കാരണം അദ്ദേഹം ആ ഇടതുമുന്നണി വിട്ടുപോകുമ്പോൾ അദ്ദേഹം
ആവർത്തിച്ച് പ്രഘോഷിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബമാഹാത്മ്യവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലുള്ള ഗുണം. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതി കൊണ്ട് സി പി എം അങ്ങനെ ചാടിക്കയറി രക്ഷപ്പെടുമെന്നൊന്നും നമുക്ക് പറയാനാവില്ല. അവിടെ നല്ല മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അവിടെ ഒരു കാര്യം, അൻവറിൻ്റെ പുകലും അൻവർ ഉണ്ടാക്കുന്ന പുകലും എല്ലാം യു ഡി എഫിലാണ് നടക്കുന്നത്, അപ്പുറത്തെ പക്ഷത്താണ് നടക്കുന്നത്. ഇവിടെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാവുന്ന ഒരു സ്ഥിതിയുണ്ട്. മികച്ച ഒരു സ്ഥാനാർത്ഥിയാണോ അവിടെ വരുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷമേ നമുക്ക് വിജയസാധ്യതയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP അവിടെ മത്സരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അവർ മത്സരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്, അവരുടെ വോട്ട് എവിടേക്ക് പോകും എന്നതെല്ലാം ഇതിന് എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും. അതെ, എന്ന് മാത്രം ഇത് ഇത്തരം ഘട്ടങ്ങളിൽ, രാഷ്ട്രീയത്തിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും എന്താ സംഭവിക്കുക നമുക്കറിയില്ല. പാരിയാടൻ ഷൗക്കത്ത് ഇദ്ദേഹമായിട്ട് എന്തെങ്കിലും ഒരു സൗഹൃദം ഉണ്ടാക്കിയ സംഗതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആകെപ്പാടെ പറയാവുന്നൊരു കാര്യം, PV അൻവർ വലിയ തോതിൽ തിരിച്ചടി നേരിട്ടു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലാതെ പറയാമെന്ന് തോന്നുന്നു. ആ കാര്യം സംശയമില്ലാതെ പറയാം. ഇതിപ്പോൾ നിലമ്പൂരിൽ PV അൻവർ മുന്നിട്ടിറങ്ങിയിട്ട് പിണറായിനെ തോൽപ്പിച്ചാൽ അദ്ദേഹത്തിന് ശത്രുവായിട്ടുള്ള ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്തിനെ തോൽപ്പിച്ചാൽ അദ്ദേഹത്തിന് ശത്രുവായിട്ടുള്ള പിണറായി ജയിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും തോൽക്കുന്നത് PV അൻവർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വല്ലാത്ത വിധി ഇത് എന്ന മട്ടിൽ ആണ് അൻവർ യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ ഈ പറയുന്ന പോലെ രാഷ്ട്രീയം നാളെ കൊണ്ടും കഴിയുന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് അദ്ദേഹം ദീർഘമായിട്ട് ചില സംഗതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന്, പിണറായി വിജയനെതിരായിട്ട്, PM മുഹമ്മദ് റിയാസിനെതിരായിട്ട്, ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് അതിശക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും മറ്റും ചെയ്തിട്ട് ഈ ദിവസവും സംസാരിക്കുന്നുണ്ട്. ഈ ദിവസവും സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ആ നിലയിൽ ഒരു പിണറായി വിരുദ്ധതയും ഇടതുപക്ഷ സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സ്വീകാര്യത ആ നിലക്കുണ്ടെന്ന് കാണുക. BS ജോയി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിട്ടുള്ള നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, ഭാവിയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ എൻ്റെ ആളാണ് എന്ന മറ്റുള്ളൊരു ചിത്രം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഇതിന് സാധിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെതിരായുള്ള ശത്രുത നല്ല ശക്തമായിട്ട് തന്നെ കത്തിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേയേറെ വിജയങ്ങൾ അർത്ഥത്തിൽ നാളെ ഉണ്ടാകുന്ന വിജയങ്ങൾ അല്ലെങ്കിൽ തന്നെയും CPM പിണറായി വിരുദ്ധ. ഇപ്പം PM മുഹമ്മദ് റിയാസ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനോ മറ്റാണ് അദ്ദേഹം റിയാസ് റീലിടാൻ വേണ്ടിയിട്ട് 382 282 ഷർട്ടുകൾ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതാണ്, അതായത് അൻവർ ഈ മട്ടിലുള്ള മർമ്മത്തിൽ അടിക്കുന്നതിൽ ഇപ്പോഴും വിദഗ്ധൻ തന്നെയാണ്. വിദഗ്ധൻ മാത്രമല്ല, കാരണം ഞാനിപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഇരുന്ന് റീൽസിലെ ഷർട്ടുകളുടെ എണ്ണിക്കുകയാണ്. അപ്പോൾ 282 അല്ല 382 ഷർട്ട് ഒരു മന്ത്രി, സംസ്ഥാനത്തെ മന്ത്രി റീലിടാൻ വേണ്ടി ഇട്ടു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായുള്ള CPMകാർക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് അതിനുണ്ട്. അതിപ്പോൾ അവരാരും പറഞ്ഞില്ലെങ്കിലും അവരെവിടെയെങ്കിലും ചെന്ന് കൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ 282 ഷർട്ട് ഇട്ടോ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില പോയിന്റ്സ് അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെച്ചത് ദീർഘകാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കാര്യം അവിടെയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും സംശയമില്ലല്ലോ. ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന കോൺഗ്രസ് ആണ്, VD സതീശനാണ്. കാരണം അൻവർ പഠിച്ച പണി 18 നോക്കിയിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു. അവരുടെ നിലപാടെന്താണോ അത് AICCയോട് പറഞ്ഞ് ആ പേര് സമ്മതിപ്പിച്ചെടുത്തു. VD സതീശനുകൊണ്ട് പലതരത്തിൽ ഇദ്ദേഹം അങ്ങോട്ട് ചെന്നിരുന്നു. പക്ഷേ ആ നിലക്കുള്ള ഒരു തരത്തിലുള്ള വഴങ്ങലും ഉണ്ടായില്ല. അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന, പരമ്പരാഗതമായിട്ട് UDFന് വോട്ട് ചെയ്യുന്ന നിലമ്പൂരിലെ വോട്ടർമാർ വലിയ ഹാപ്പി ആയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് ഈ അൻവറിനോടുള്ള ഫൈറ്റിലൂടെ കോൺഗ്രസിൻ്റെ ശക്തി തെളിയിച്ചു. അൻവറിന് വഴങ്ങിയിട്ടൊരു സ്ഥാനാർത്ഥിയെ, ഇനിയിപ്പോൾ അൻവറിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ പോലും BS ജോയിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അൻവറിനൊരു വിജയവും കോൺഗ്രസ്സിന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടല്ലേ എന്നൊരു തോന്നലുണ്ടായേനെ. പക്ഷേ ആ സംഗതി അവിടെ ഉണ്ടായി. അൻവറിന് വഴങ്ങിയിട്ടില്ല എന്ന കാര്യം അവിടെ ഉണ്ടായി. പോരാഞ്ഞിട്ട് ഈ പിണറായി വിരുദ്ധതയിൽ കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ വോട്ട് ചെയ്യാനുള്ളൊരു ഉറപ്പ് ഈ ആളുകൾക്ക് കിട്ടുകയാണ് ചെയ്യുക. പിണറായി വിരുദ്ധതയുമുണ്ട്, എന്നാൽ ഈ കോൺഗ്രസിൻ്റെ ശക്തിയിൽ നല്ല ഒരു ധൈര്യവും കൂടെ വന്ന വോട്ടർമാരായിരിക്കും അവിടെ വോട്ട് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിലായിട്ടുള്ള അൻവറിൻ്റെ കുറച്ച് വോട്ടർമാരുണ്ടെങ്കിൽ അവരെങ്ങോട്ട് പോകുമെന്ന ചോദ്യവും കൂടെ സ്വാഭാവികമായിട്ടും പ്രസക്തം. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ റിയാസിൻ്റെ കാര്യം അൻവർ പറഞ്ഞതുപോലെ തന്നെ ഒന്നാണ്. അൻവർ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 വർഷമായി CPIMനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ആര്യാടൻ ഷൗക്കത്ത് ഇട്ടിട്ടില്ല എന്ന്. ഇതുപോലെ ആളുകൾ പോയി നോക്കുമല്ലോ, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ്, വാസ്തവമുണ്ട്. ആ നിലയ്ക്ക്, അതായത് ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് കുഴപ്പത്തിൽ നിർത്താൻ അൻവർ ഇപ്പോഴും മിടുക്കനാണെന്ന് ഞാൻ പറഞ്ഞു. ആ രീതിയിൽ കാര്യങ്ങൾ. പിന്നെ പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട് സനീഷ്, ഒരു കാര്യമുണ്ട്. ഈ VV പ്രകാശിൻ്റെ ഭാര്യ, അത് ഷൗക്കത്തിനെ ഉന്നമിട്ട് തന്നെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. കോൺഗ്രസിനുള്ളിലെ അതൃപ്തി പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. അതായത് നിലമ്പൂർ പോലൊരു ശക്തമായ സ്ഥലത്ത്, അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന ഗ്രൂപ്പ് ആളുകളും കോൺഗ്രസ് പോലൊരു സംവിധാനത്തിനകത്ത് ഈ ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടെന്ന് വെച്ചാലും 1-2 മുറിവുറുപ്പുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. അത് ഉറപ്പാണ്. അത് ആര്യാടൻ ഷൗക്കത്ത് പല തോതിൽ എതിർക്കപ്പെടുന്ന ആളാണ് നേരത്തെ തന്നെ എന്നതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ നാളെയും മറ്റന്നാളായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അതിൽ അൻവറിൻ്റെ സംഭാവന ഉണ്ടാകും. പക്ഷേ അൻവർ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷക്കാരനായിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം 5-6 മാസം മുമ്പ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സ്തുതി
തീർപ്പാടകനായിരുന്നു അല്ലേ, എൻ്റെ അച്ഛനെ പോലുള്ള ആളാണെന്ന് പറഞ്ഞ ആളാണ് ഈ പി വി അൻവർ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇന്നലെ വരെ ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ നോക്കിയിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞ ആളുകൾ ചിരിക്കും. അതല്ലേ ഇദ്ദേഹം അവിടെ ചെന്ന് MLA ആയിരുന്നില്ലേ? അപ്പോൾ അതും എത്ര 6-8 മാസം മുമ്പ് അദ്ദേഹം പിണറായിയുടെ അടുത്ത ആളായിരുന്നില്ലേ? ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കിയതോടെ സകല പരിധിയും വിട്ടുള്ള വിമർശനങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡല പരിധിയിൽ ഒരൊറ്റ ക്രിസ്ത്യൻ MLA പോലും ഇല്ല എന്ന ചാട്ടുളി പ്രയോഗം എവിടെ ചെന്ന് തറക്കുമെന്ന് അൻവറിന് നല്ല ബോധ്യമുണ്ട്. BS ജോയിയെ പരിഗണിക്കാതിരുന്നത് മലയോര കർഷക ജനതയെ വഞ്ചിച്ചതിന് തുല്യമാണെന്നാണ് അൻവറിന്റെ വിമർശനം. ആര്യാടൻ ഷൗക്കത്ത് ഇടത് സ്വതന്ത്രനാകാൻ CPM സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം കൂടി അൻവർ ഉയർത്തിയതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ പെരുമഴയത്തും പൊടിപാറുമെന്നുറപ്പായി. 2 ദിവസം സമയമാണ് തീരുമാനമെടുക്കാൻ അൻവർ ആവശ്യപ്പെടുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് യാതൊരു വിജയസാധ്യതയുമില്ല എന്ന് നിറുകം തലക്കടിക്കും പോലെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ സമയം ചോദിക്കൽ എന്നതാണ് തമാശ. 2 ദിവസം കൂടി ഈ ചർച്ച കത്തിച്ചു നിർത്തുക എന്നതാണ് അൻവറിന്റെ പദ്ധതിയെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തം. ഈ നിലപാടെല്ലാം എടുത്തതിന് ശേഷവും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചെന്ന് കരുതുക. അത് അൻവറിന് രാഷ്ട്രീയമായി അത്രയും വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. വിജയം ഇടതുപക്ഷത്തിനൊപ്പമായാൽ അത് അൻവറിന് അതിലും വലിയ ആഘാതമാകും. ഇനി അൻവർ സ്വതന്ത്രമായി മത്സരിക്കുക കൂടി ചെയ്താൽ എന്താകുമെന്നറിയാൻ RDX രാഷ്ട്രീയ കൗതുകത്തോടെ കാത്തിരിക്കുന്നു.